അങ്ങനെ കേരളത്തിൽ മറ്റൊരു സുകുമാരക്കുറിപ്പ് കൂടി ഉണ്ടാവാൻ പോണു. എത്ര ദിവസമായി രാഹുലേട്ടായി എല്ലാരെയും പറ്റിച്ചിങ്ങനെ ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയണ്ട. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു AICCയുടെ അനുമതിയോടുകൂടി. തിരിച്ചു വന്നാലും നാട്ടിലും വീട്ടിലും മണ്ഡലത്തിലും പാർട്ടിയിലും ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാലോ. പക്ഷേ ഏട്ടായി വിഷമിക്കണ്ട കേട്ടോ. എന്തായാലും ഏട്ടായി പട്ടിണി കിടക്കേണ്ടി വരില്ല. ഏട്ടായിക്കുള്ള പൊതിച്ചോറ് DYFI തരാന്ന് പറഞ്ഞിട്ടുണ്ട്. DYFIയുടെ പൊതിച്ചോറിന്റെ കുറ്റം പറയാതെ, മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാതെ, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാതെ എത്ര ദിവസമായില്ലേ ആ പാവം വനാന്തരങ്ങളിൽ ഇങ്ങനെ ഒളിച്ചു കഴിയണു. മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥയെ. ഭൂമി കുഴിച്ചു നടക്കും ഭൂതത്താനെ, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു എന്നുള്ളതാണ് ആ ഗാനം. അപ്പോൾ ഇയാൾ കുഴിച്ച കുഴിയിൽ ഇയാൾ വീണു. ഇതിനകത്ത് നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിലിരിക്കാം. DYFIക്കാരൻ പൊതിച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓപ്പൺ ഡിബേറ്റ് നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. രാഹുലേട്ടായിട്ട് തലവെട്ടം ഒന്ന് ജസ്റ്റ് കണ്ടാ മതി. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയില്ലേ, അതുപോലെ ഒരു യാത്രയിലാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇതിനാകെ ഒരു ലക്ഷ്യമുള്ളൂ, ആരുടെയും കണ്ണിപ്പെടാണ്ടിരിക്കുക. പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു. ഇനി എന്താ തള്ളിക്കഴിഞ്ഞു. എഴുതി തിരുത്തലും ഇല്ല. ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിൽ ആവശ്യമില്ല. എല്ലാ വാതിലും കൊട്ടിയടച്ച സ്ഥിതിക്ക് രാഹുലേട്ടായി പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങളുടെ ഇടയിൽ കൂടെ തേരാപാരാലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടോ. ക്രൈം സിൻഡിക്കേറ്റിലെ മൂവരിൽ ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വീണതാണോ വീഴ്ത്തിയതാണോ അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല. കോൺഗ്രസിന്റെ സകല ചരിത്രവും അറിയാവുന്ന ആളെന്ന സ്ഥിതിക്ക് 3 ക്രൈം സിൻഡിക്കേറ്റുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് മൂപ്പര് പറയുന്നത്. 1 രാഹുൽ മാങ്കൂട്ടത്തിൽ, 2 ഷാഫി പറമ്പിൽ, 3 VD സതീശൻ. ഒന്നാമത് ആദ്യത്തെ വിക്കറ്റ് വീണ സ്ഥിതിക്ക് ഇനിയിപ്പോ രണ്ടാമത്തെ വിക്കറ്റിന് അവസരം കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ഇത്. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ കയ്യിലിരിപ്പും ഷാഫിക്ക് അറിയായിരുന്നു. അത് പരാതിയായി പറഞ്ഞിട്ട് പോലും ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലെന്നാണ് പാർട്ടിക്കകത്തുനിന്ന് വരുന്ന വേറൊരു പരാതി. എനിക്ക് പരാതികളായിട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം KPCക്കോ ഞങ്ങൾക്കോ അത്തരത്തിലൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നില്ല. പാവം ഒഫീഷ്യലായിട്ട് പരാതി പറയാത്തോണ്ട് ഷാഫിക്ക് വിചാരിച്ചത് തമാശ പറഞ്ഞതാണെന്ന്. മാത്രല്ല യൂത്ത് കോൺഗ്രസിനകത്ത് നിരവധി പെൺകുട്ടികളോട് രാഹുൽ മോശമായി പെരുമാറിയിട്ടുണ്ട്, മോശം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോഴേ തമാശയാണെന്നാ ഷാഫിക്ക വിചാരിച്ചത്. ഷാഫിക്ക് ഒരു വിസ്മയം തന്നെ. പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സങ്കട സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഷാഫിക്ക മറുപടി അറിഞ്ഞില്ലേ? എന്തിട്ടാ റിപ്ലൈ? ഒരു സാഡ് സ്മൈലി. വാവ്, ഷാഫിക്ക ബ്രില്യൻസ്. ഇങ്ങനെ കണ്ട ഓടിക്കാം. യൂത്ത് കോൺഗ്രസിൽ എത്ര അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്? ഏത് പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്? ഇഷ്ടംപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. പ്ലക്കാർഡുകളും കൊടികളും ഒക്കെ ആയി ഞങ്ങൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇനി വിശ്രമമില്ല. അതാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ടല്ലോ കുമ്രയുടെ. ഈ രാഹുലിനെതിരായ കേസ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഇറക്കുന്നത് മുകേഷ് MLA യുടെ കേസാണ്. അതിന് നമ്മൾ എന്ത് ക്യാപ്സ് വളർത്തും? ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്റെ അമ്മയെ നാട്ടിച്ച് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഒരു പ്രത്യേകതര യന്ത്രം അവരുടെ കയ്യിലുണ്ട് ഇത്രേ. അപ്പൊ അളന്ന് നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് അവിടെ. ഇവിടെ തീവ്രത കുറവാണ് ഇത്രേ. മാത്രല്ല ഈ സംഭവമൊക്കെ കുറേ വർഷം മുമ്പ് നടന്നതാ. അപ്പൊ ബാക്കി ഉണ്ടായിരുന്ന തീവ്രത കൂടി ഇല്ലാണ്ടായി പോയി. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ്. ആ കേസ് എന്താണോ നിലപാട് വരുന്നത് അപ്പോൾ നമുക്ക് എടുക്കാം. തീവ്രത പറഞ്ഞാലും പീഡനം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിലും പറയാൻ പ്ലാൻ ഉണ്ടാ? മുകേഷ് കുറെ കൊല്ലായ വരാൻ തുടങ്ങിയിട്ട് അതിനപ്പുറമൊന്നും വന്നിട്ടില്ലല്ലോ. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. മേഡം ആരാണെന്ന് പറഞ്ഞേ? ഞാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്.
സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് ലെസ് ടീച്ചർ എന്ന പേര്. ഓ സന്തോഷം. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പാർട്ടി നടപടികൾ വയ്ക്കുന്നത്. രാഹുൽ ഏട്ടായി ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഏട്ടായി വേഗം വായോ. എത്ര കാലം എന്ന് വെച്ചാൽ പാരസെറ്റമോളും സിട്രസും ഒക്കെ കഴിച്ചിട്ട് വനാന്തരങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാ. വേഗം വായോ. എന്നിട്ട് വേണം രാഹുൽ ഏട്ടായിയുടെ ഗോഡ് ഫാദർമാർക്കുള്ള ചായയും പരിപ്പുടയും കൂടി കൊടുക്കാനായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.